യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേയ്ക്കൊരായിരം സ്തോത്രമേകാം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേയ്ക്കൊരായിരം സ്തോത്രമേകാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോസ്തലന്മാരെല്ലാം സഭയുടെ വലിയ പീഡനകാലത്താണ് അപ്പോസ്തലന്മാരെല്ലാം ജീവിച്ചിരുന്നത്. അക്കാലങ്ങളിലെല്ലാം അവർ സഭയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഉപദേശങ്ങളുണ്ട്. അതുതന്നെയാണ് കാലാതീതമായ ഉപദേശങ്ങൾ. എങ്ങനെയാണ് സഭ സഹനത്തെ അതിജീവിക്കേണ്ടത്, അതിനെങ്ങനെയാണ് ഈശ്വര തിരുസന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മൾ ശരണം പ്രാപിക്കേണ്ടത്, അതാണ് സഭയുടെ ആസ്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എക്കാലത്തേക്കാളും നമുക്ക് നല്ല വിശ്വാസമുണ്ട് അല്ലേ? നമ്മുടെ കഴിവെന്ന് പറയുന്നത് എന്താണ്? ഒരു ക്രിസ്തീയമായ കഴിവെന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തീയമായ ആത്മധൈര്യം നൽകുന്നതെല്ലാം നമ്മുടെ കഴിവാണ്. ആത്മധൈര്യം, ദൈവവചനം നമ്മൾ നശിപ്പിച്ച് കളയരുത്. ഇപ്പം കൊറോണ വന്നാലും അല്ലേ, സാമ്പത്തികമായ തകർച്ച വന്നാലും നമ്മൾ നശിപ്പിച്ച് കളയരുത് എന്ന് അപ്പോസ്തലന്മാരിലൂടെ പരിശുദ്ധാത്മാവ് പറയണത് എന്താണ്? ആത്മധൈര്യമാണ്. നിങ്ങളുടെ ആത്മധൈര്യം എന്നേറ്റ് പറഞ്ഞേ, നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ആസ്തി, നമ്മുടെ കഴിവെന്ന് പറയുന്നത് എന്താണ്? ക്ലേശകാലങ്ങളിലെ സഭയുടെ ആസ്തി എന്ന് പറയുന്നത് എന്താണ്? കഴിവെന്ന് പറയുന്നത് എന്താണ്? ഈ ആത്മധൈര്യമാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പ്രത്യേകിച്ച് ഹെബ്രായ ലേഖനത്തിൽ 10:35 നിങ്ങളുടെ ആത്മധൈര്യം, ഹെബ്രായ ലേഖനം 10:35, നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. പക്ഷേ ഈ ആത്മധൈര്യം നമുക്ക് എവിടുന്നാണ് കിട്ടുന്നത്? ആത്മധൈര്യം നശിപ്പിച്ച് കളയരുത് എന്ന് പറഞ്ഞാൽ ഈ ആത്മധൈര്യം നമ്മൾക്ക് എവിടുന്നാണ് ലഭിക്കുന്നത്? ആത്മധൈര്യം ലഭിക്കുന്നത് ഇപ്പോൾ ഹെബ്രായർ 10:35 ആത്മധൈര്യം, അത് 38 വരെ ആ വചനങ്ങളുണ്ട്. കാര്യം ആത്മധൈര്യം നഷ്ടപ്പെടുത്തി കളയരുതെന്ന് പറയാൻ കാരണം എന്താണ്? അപ്പോസ്തലൻ പറയാൻ കാരണം എന്താണ്? അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോഴേ ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് നമുക്ക് ഇപ്പോൾ നമ്മളുടെ വിശ്വാസത്തിനോ ആത്മധൈര്യത്തിനോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ഫലങ്ങൾ താമസിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആ ഒറ്റ കാര്യം കൊണ്ട് നമ്മുടെ ആത്മധൈര്യം ചില ആൾക്കാർ നശിപ്പിച്ച് കളയും. അതാണ് ഇപ്പോൾ ജോലി കിട്ടിയില്ല, ഉടനെ ആത്മധൈര്യം പോയി. കല്യാണം താമസിച്ചു, ഉടനെ ആത്മധൈര്യം പോയി. കുടുംബത്തിൽ ഒരാൾക്ക് 2 പേര് ക്വാറന്റൈനിലായി, അല്ലെങ്കിൽ 4 പേര് ക്വാറന്റൈനായി, ഒരാൾക്ക് പോസിറ്റീവായി, അപ്പോൾ തന്നെ ആത്മധൈര്യം പോയി. ഇത്രയും നാൾ പ്രാർത്ഥിച്ചല്ലോ, പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം? അപ്പോൾ കാര്യം എന്ന് വെച്ചാൽ ഈ അവിശ്വാസികളുമായി ഇങ്ങനെ ദൈവത്തെ വിശ്വാസമില്ലാത്ത സാഹചര്യങ്ങളിലും അതുപോലെ തന്നെ മനസ്സിനെ ഉന്മാദിപ്പിക്കുന്ന വിനോദ മേഖലകളിലും വിശ്വാസത്തെക്കാളുപരി വിനോദ മേഖലയിലൊക്കെ വ്യാപരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആത്മധൈര്യം അങ്ങ് നശിച്ചു പോകും. പൗലോസ് അപ്പോസ്തലൻ എന്താ പറയണത്? അതായത് നമ്മുടെ ആത്മധൈര്യത്തിന് നമ്മൾക്ക് ഇപ്പോൾ ഭൗതികമായി ലഭിക്കുന്ന ഒരു രോഗസൗഖ്യം, അല്ലെങ്കിൽ നമുക്ക് ജോലി, അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭൗതികമായ ആനുകൂല്യം, ഫിസിക്കൽ ഫേവേഴ്സ്, അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ മാത്രമല്ല ആത്മധൈര്യത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. എന്താണത്? വിശ്വാസിയാണ് നീയെങ്കിലേ
അതിന് ദൈവികമായ ലക്ഷ്യം എന്താണ്? അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. അപ്പൊ ആത്മധൈര്യം ഇപ്പോഴ് നമ്മളുടെ ജീവിതത്തിൽ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഞെരുക്കങ്ങളില്ലേ? എന്തെല്ലാം തരം ഞെരുക്കങ്ങളുടെ കാലഘട്ടമാണിത്. ഈ ഞെരുക്കങ്ങളിൽ പലതും നമ്മളെ പ്രാർത്ഥനയെ വ്യാപരിച്ചിട്ടും അതിനൊരു നീക്കുപോക്കില്ല എന്ന് പറയുമ്പോൾ ചില ആൾക്കാരുടെ ആത്മധൈര്യം അങ്ങ് ആത്മധൈര്യം നശിപ്പിച്ച് കളയരുതെന്ന് പറഞ്ഞാൽ നശിച്ചു പോകാൻ സാധ്യതയുള്ളതാണെന്ന് എൻ്റെ അർത്ഥം. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കാൻ, ഇറ്റ്സ് എ ഡേഞ്ചർ. അതായത് ആത്മധൈര്യം എന്ന് പറയുന്ന സംഭവം, നീ നല്ല തെളിഞ്ഞ വിശ്വാസി അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ലോസ്റ്റ്, നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യം. അതുകൊണ്ട് ബിവെയർ. പൗലോസ് അപ്പോസ്തലൻ എന്താ പറയണത്? നീ വളരെ കരുതലുള്ള ആളായിരിക്കണം. എന്താണ് ആത്മധൈര്യം? ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ. കർത്താവേ, രോഗങ്ങൾ പെരുകുമ്പോൾ ഓരോ പ്രാർത്ഥനയ്ക്കും തക്കതായ മറുപടി കിട്ടാതെ വരുമ്പോഴേ ഈശോ എന്റെ ആത്മധൈര്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എനിക്ക് അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. സൗഖ്യം തരേണമേ, സൗഖ്യം തരേണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതിപ്പം മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. ഈ സമാപന ആരാധന സന്ദേശങ്ങളെ മനസ്സിൽ കുറിച്ചിടണം. എന്നും നമ്മൾ വളരെ നമ്മുടെ ശ്രദ്ധ വെക്കേണ്ട ഒരു വിഷയമാണ് ആത്മധൈര്യം. ജപമാല ചേരുമ്പോഴും ആരാധനയ്ക്കും കുർബാന ഓൺലൈനിൽ കൂടുമ്പോഴും ഒക്കെ എൻ്റെ മക്കൾ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കുറേ രാത്രിയൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് ഈ സന്ദേശം കിട്ടിയത്. നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഈ സന്ദേശം കിട്ടിയത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, കർത്താവ് നൽകുന്ന സന്ദേശമാണ്. ആത്മധൈര്യം നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു TV പ്രോഗ്രാം കണ്ടാൽ മതി, കോവിഡിൻ്റെ മരിച്ച ആൾക്കാരെ ഇങ്ങനെ അടക്കണ കണ്ടാൽ മതി, ചിലപ്പോൾ അവരെ ദഹിപ്പിക്കണ കണ്ടാൽ മതി, ചിലപ്പോൾ നമ്മുടെ ആത്മധൈര്യം അങ്ങ് നഷ്ടപ്പെട്ടു പോകും. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളെ കാണിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ആത്മധൈര്യം കെടുത്തിക്കളയാൻ വേണ്ടിയുള്ള തന്ത്രപരമായി. ഇപ്പോൾ ഈശോ വിശന്ന സമയത്താണ് അപ്പം കാണിച്ചത് അല്ലേ? എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോൾ നിൻ്റെ ദൈവമായ കർത്താവിനെ പ്രലോഭിപ്പിക്കരുത്, അതാണ് നീ പറയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നിന്നിലുള്ള വിശ്വാസത്തെ പ്രലോഭിപ്പിക്കരുതെന്ന് തിന്മയുടെ ശക്തിയോട് നീ പറയണം. അങ്ങനെയാണ് എന്നെ സർവൈവ് ചെയ്യണത്. ഇപ്പോൾ ഒരു പരീക്ഷയും നമ്മൾ പഠിച്ചു, പക്ഷെ ഒരു പരീക്ഷയും നമ്മൾ അറ്റൻഡ് ചെയ്തില്ല എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എന്ത് പഠിച്ചത് എങ്ങനെ അറിയാൻ പറ്റും? അതുകൊണ്ട് പരീക്ഷകളെ അവഗണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് പരീക്ഷകൾ ഉണ്ടാവേണ്ടതാണ് എന്ന് പറയണത്. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനൊന്നും ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനൊന്നും ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനൊന്നും ചോദിക്കില്ല ഞാൻ,
എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ആത്മധൈര്യം നമുക്ക് എവിടുന്നാ ലഭിക്കണത്? വിശ്വാസത്തിൽ നിന്നാണ് ലഭിക്കണത്. അതുകൊണ്ടാണ് നമ്മൾ അച്ഛൻ പറഞ്ഞ വചനം 10:35 ഹെബ്രായ ലേഖനമാണ്. 38 വരെയുള്ള വചനങ്ങൾ. ആത്മധൈര്യം ആരെങ്കിലും നശിപ്പിക്കാതിരുന്നാൽ ഉടനെ ദൈവം എന്താ പറഞ്ഞെന്നറിയാമോ? എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. അതാണ് ആത്മധൈര്യം നഷ്ടപ്പെട്ടു പോകാതെ നമ്മൾ വീണ്ടും വിശ്വാസത്തിൽ അങ്ങ് സർവൈവ് ചെയ്ത് അതിജീവിച്ച് നിൽക്കുകയാണെങ്കിൽ ദൈവം പറയും മൈ ഫെയ്ത്ത്ഫുൾ എന്നാ പറയണത്, എൻ്റെ നീതിമാൻ. ദൈവത്തിന് 2 നീതിമാന്മാരുണ്ട്. ഒന്ന് സാധാരണ കേവല നീതിമാൻ, ജനറലായിട്ട് സാമാന്യമായിട്ട് നീതിമാൻ, അവിടെ പർട്ടിക്കുലർ ആയിട്ടുള്ള നീതിമാൻ. അതാണ് എൻ്റെ നീതിമാൻ എന്ന് പറയണത്. കാര്യം ഈ വചനം വേറെ ഉണ്ട്. റോമ 1:17 നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. അത് ജനറലാണ്. നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. നീതിമാൻ ജീവിക്കണത് ഏത് സകല സാഹചര്യങ്ങളും ദൈവത്തെ അവലംബിച്ച് പോകുന്ന എത്രയോ കോടി വിശ്വാസമാണ് ഉള്ളത്. പക്ഷേ പ്രത്യേക പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളിലും ആത്മധൈര്യം നഷ്ടപ്പെട്ടു പോയില്ലെങ്കിൽ 10:38 എന്താ പറയണത്? കേവലം നീതിമാനെന്നല്ല പറയണത്, മൈ ഫെയ്ത്ത്ഫുൾ, എൻ്റെ നീതി. ഇൻറ്റിമസിയിലേക്കാണ് വിളിക്കണത്. നമ്മുടെ എല്ലാ പരീക്ഷണങ്ങളും ദൈവത്തിൻ്റെ ഇൻറ്റിമസിയിലേക്ക്, ആത്മബന്ധത്തിലേക്ക് നമ്മൾ വിളിക്കുന്നത്. ആത്മധൈര്യം നമുക്ക് ആത്മബന്ധത്തിൽ നിന്നുണ്ടാകുന്നതാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എന്റെ നീതിമാനെന്ന് എന്നെ വിളിക്കുന്ന കാലം വരെ നോക്കിപ്പാർക്കാൻ ആവശ്യമായ ആത്മബന്ധത്താൽ എന്നെ നിറക്കണമേ. എന്റെ ആത്മധൈര്യത്തിന് അങ്ങയോടുള്ള ആത്മബന്ധത്തിന്റെ അടിവേരി ഭാഗണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ആത്മധൈര്യം എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്? അതാണ് അതിൻ്റെ താഴെയുള്ളത്. വിശ്വാസം മൂലം ജീവിക്കും. വിശ്വാസത്തിൽ നിന്ന് എൻ്റെ മക്കളെ എന്നെ ജപ്തി നടപടി, രോഗം, അയൽവാസികളുടെ ഭിന്നത, ജോലി തടസ്സം, കിട്ടാൻ പോയ ജോലി നിന്ന് മാറിപ്പോവുക, വിസ താമസിക്കുക, ഇങ്ങനെ ഫിസിക്കലായിട്ട് നമ്മളെ വിഷമിപ്പിക്കുന്ന കുറേ സാഹചര്യങ്ങളില്ലേ? അപ്പോൾ ആ സാഹചര്യങ്ങളിലൊക്കെ വരുമ്പോഴിതെല്ലാം നമ്മൾ ഈ ബോഡി എന്ന് പറയണത് നമ്മളറിയാമല്ലോ. അതായത് ശരീരത്തിൽ അനുഭവിക്കുന്ന പീഡകൾ മാത്രമല്ല, ഭൗതികമായ സാഹചര്യങ്ങളിൽ വരുന്ന എല്ലാവിധ പീഡനങ്ങളുണ്ട്. അതെല്ലാം നമ്മളെ ബാധിക്കുന്നതാണ് ശരിക്കും. ഇതിനൊക്കെ എല്ലാം അതിജീവിക്കുന്ന എന്താണ്? എൻ്റെ നീതിമാൻ. വിശ്വാസമാണ് കാര്യം. വിശ്വാസത്തെക്കുറിച്ച് പറയണത് ആത്മധൈര്യവും വിശ്വാസവും തമ്മിൽ കണക്ട് ചെയ്താണ് പോണത്. അതുകൊണ്ട് ആത്മധൈര്യം എവിടെയെങ്കിലും ആർക്കെങ്കിലും കുറയുന്നുണ്ടെങ്കിൽ ഓർക്കുക, അതിൻ്റെ റൂട്ട് വിശ്വാസത്തിലാണ് അന്വേഷിക്കേണ്ടത്. നിങ്ങൾ പ്രെയർ ചെയ്യേണ്ടതും വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. മർക്കോസ് 9:24 എന്നാ പറയണത്? കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അത് പ്രാർത്ഥനയാണ്. അപ്പോസ്തലന്മാർ ജോലി തരാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ല, രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ല, പക്ഷേ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. വിശ്വാസവർദ്ധന പ്രാർത്ഥനയുടെ വിഷയമാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ. മർക്കോസ് 9:24 അനുസരിച്ച് ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലെ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ആത്മധൈര്യത്തിന്റെ ആധാരമായ വിശ്വാസത്താൽ ഈ നിമിഷം സഭയെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുൻപിൽ ജയം എനിക്കുണ്ട്.
ഒന്നും അസാധ്യമായില്ല എൻ്റെ മുന്നിൽ ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാൽ പിന്മാറുകയിനി ഞാൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാൽ പിന്മാറുകയിനി ഞാൻ. പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമക്കളെ, നമ്മൾ കർത്താവിൻ്റെ അഭിഷേക ആരാധനയിൽ നിൽക്കുകയാണ്. നിങ്ങൾ അവിടെ ഇവിടെ ശ്രദ്ധിക്കരുത്. ശരിക്കും മനുഷ്യന് വിശക്കുന്ന സമയമാണ് ചിലർക്കൊക്കെ. പക്ഷേ ഈ ആരാധന അങ്ങ് ഞങ്ങളിപ്പോൾ രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ ആത്മധൈര്യം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് യേശുവെ സ്വസ്ത്രം, യേശുവെ നന്ദി കഴിയും. അപ്പം മാതാവ് ജീവനോടെ കൃപാസനത്താരെ പ്രത്യക്ഷപ്പെട്ട് ഇപ്പം നമുക്ക് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് നിന്ന് മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന സമയമാണ്. ആരാധന ഈശോ എഴുന്നള്ളിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ മക്കൾ, ഇതൊരു വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ സമയമാണ്. ഞങ്ങൾ എന്ത് വചനം പറഞ്ഞാലും കർത്താവ് പറയാത്ത ഒന്നും പറയത്തില്ല. ആ കർത്താവാണ് നിങ്ങളോട് സംസാരിക്കണം എന്നുള്ള ബോധ്യത്തിൽ നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഒരു വിഷയമില്ല. നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്ഷ്യത്തിനെ നാളെ നിങ്ങൾ കാണത്തില്ലെന്ന് പറഞ്ഞവൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്താണ് മോസസിനോട്? മോസസിൻ്റെ ആത്മധൈര്യം പോയപ്പോഴെന്താണ് മോസസിനോട് പറഞ്ഞത്? മോസസിൻ്റെ ആത്മധൈര്യം പോയില്ലേ? ചെങ്കട കണ്ടപ്പോൾ ആത്മധൈര്യം പോയി. പുറകെ ഉരുപ്പിടിച്ച വടിവാളുമായിട്ട് തലകൊയ്യാൻ വന്ന കണ്ടപ്പോൾ ആത്മധൈര്യം പോയി. ആ നിമിഷം എന്താണ് ദൈവം പറയുന്നത്? നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്തുകാരെ നാളെ നിങ്ങൾ കാണത്തില്ല. കൈയിട്ടിച്ച് കിടന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെങ്കടലിന്റെ മുൻപിൽ നീ പതറുവതോ മനമേ? ചെങ്കടലിന്റെ മുൻപിൽ നീ പതറുവതോ മനമേ? ചെങ്കടൽ മീതെ കൈനീട്ടി നിന്റെ ദൈവം ഇറങ്ങി വരും, വഴികൾ തുറന്നു തരും. ചെങ്കടൽ മീതെ കൈനീട്ടി നിന്റെ ദൈവം ഇറങ്ങി വരും, വഴികൾ തുറന്നു തരും. തളരരുതേ മനമേ, ആകുലമോ അരുതേ. പറഞ്ഞാലായി വിശ്വസിക്കാനാവാത്തൊരത്ഭുത ദൈവം ചെയ്തിടുമേ. തളരരുതേ മനമേ, ആകുലമോ അരുതേ. പറഞ്ഞാലായി വിശ്വസിക്കാനാവാത്തൊരത്ഭുത ദൈവം ചെയ്തിടുമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പുറപ്പാട് 14:13. പുറപ്പാട് 14:13. മോശ ജനത്തോട് പറഞ്ഞു. ഏറ്റു പറയുക. ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവേൻ. ഇത് തന്നെയാണ് ഹെബ്രായർ 10:35 നമ്മൾ വായിച്ചത്. ആത്മധൈര്യം നിങ്ങൾ കൈവിടരുത്. അതാണ് മോശ പറയണത്. ക്ലേശങ്ങൾ വരുമ്പോൾ കർത്താവിൻ്റെ വചനത്തിന് സഭയോട് പറയാനുള്ള ഇതാണ്. എന്താണ്? മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവേൻ. ഏറ്റു പറഞ്ഞേ, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. ഇന്ന് കണ്ട ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇന്നിങ്ങനെ ക്ലേശമാണെങ്കിൽ നാളെ എങ്ങനെയാണ് ചിന്തിക്കരുത് എൻ്റെ മക്കള്. ഇന്ന് കണ്ട ക്ലേശം ഉണ്ടാക്കുന്ന അവസ്ഥകളെ You will not see in tomorrow. നാളെ നിങ്ങൾ കാണത്തില്ല. ഇത് കർത്താവിൻ്റെ വചനമാണ്.